ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ ക്യാമറയുടെ മോണിറ്ററിൽ നിന്നുള്ളതിൻ്റെ പേരിൽ കുറച്ച് ഗ്രെയിൻസ് പോലെ വന്നിട്ടുണ്ട്. പക്ഷേ ട്രയാങ്കിൾ എക്സ്പോഷറും മറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യങ്ങൾ എളുപ്പമാക്കാനാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് പ്രത്യേകം പറയണം. കാരണം എന്നാലേ ഇതിന് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയൂ. ഈ ഒരു പാറ്റേണിലുള്ള ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. സദയം ക്ഷമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരേ ഫ്ലോയിലാണ് ഞാൻ ക്ലാസ് പോകുന്നത്. റൂൾ ഓഫ് തേർഡിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഈ വീഡിയോയിലൂടെ. ഇൻഡോർ സ്റ്റിൽ മോഡലിങ്ങിൽ ക്യാമറയുടെ ഗ്രിഡ് എടുക്കുമ്പോഴുള്ള സൗകര്യങ്ങളും ട്രൈപോഡിൽ വെച്ചുകൊണ്ടുള്ള സ്പീഡ് ഷൂട്ടുകളിൽ കണ്ണിൻ്റെ മാത്രം ലുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കുഞ്ഞു മോഡലിനെ വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിയിൽ അവരെ മാത്രമാണ് ലൈറ്റിങ്ങിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു റോ ആയിട്ടുള്ള ഒരു പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സൈഡിലും മറ്റും ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ചും വ്യത്യാസങ്ങളും അതുപോലെ ഓപ്പോസിറ്റ് ലൈറ്റ് എടുക്കുമ്പോഴത്തെ ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിലും അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഡിസൈൻ ചെയ്യാവുന്ന കാര്യങ്ങളുമൊക്കെയാണ് ഞാൻ ഈ വിഷ്വൽസിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. ക്ലോസപ്പ് എക്സ്പോഷറിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടി ആ ക്ലോസപ്പ് വിട്ടിട്ട് വേറെ ഓഡ് കോമ്പോസിഷനിൽ ഒരെണ്ണം, അതിനുശേഷം ആ ക്ലോസപ്പിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 50 ISO എടുത്തിട്ടുള്ള ഒരു പിക്കാണിത്. അതുകൊണ്ടാണ് ക്യാമറയുടെ മോണിറ്ററിൽ നിന്നായാലും ക്വാളിറ്റി ലോസ് ആവാതെ 50 ISO എടുത്തിരിക്കുന്നു. ഇത്രയും ഏരിയകൾ ഇനിയും കുറച്ച് ഓവർലൈറ്റ് ഉള്ളത് കറക്റ്റ് മീറ്ററിങ് എല്ലാം വെച്ചുള്ള ഒരു ഹൈലി പ്രൊഫഷണൽ മോഡലിംഗ് അല്ല ചെയ്തിട്ടുള്ളത്. ഇതിന് ശ്രദ്ധിക്കൂ, 125 ഷട്ടർ സ്പീഡും 10 അപ്പാർച്ചറും 50 ISOയുമാണ്. കണ്ടില്ലേ? അതുപോലെ 5400 കെൽവിൻ വെച്ചിരിക്കുന്നത്. ഒരു ലൈറ്റ് ആയത് കാരണം അടുത്തതിനൊക്കെ തന്നെ 5400 തന്നെയാണ് കെൽവിൻ വെച്ചിരിക്കുന്നത്. പക്ഷേ 50 ISOയിൽ നിന്ന് മാറുന്നില്ല. നോക്കൂ, ഈ ക്ലോസിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഫേസിൻ്റെ മെയിൻ ഏരിയ ലിപ്പും എല്ലാം തന്നെ വളരെ ഷാർപ്പായിട്ടാണ് ഇപ്പോഴും കിട്ടുന്നത്. അതുപോലെ ഇനിയും എല്ലാവരും ചെയ്യുമ്പോഴും അത് ബെസ്റ്റ് ആവുന്നില്ല. അതിൻ്റെ മുഖ്യ കാരണം 50 ISO സെലക്ഷനാണ്. ഇനി കുറച്ച് ചിത്രങ്ങൾ കാണുന്നത് ഫോട്ടോഷൂട്ടിൽ മെയിൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ വേറൊരാൾ കാഷ്വലായിട്ട് പ്രോപ്പർട്ടി എല്ലാം കൊള്ളിച്ചുകൊണ്ടെടുത്തതും അല്ലാത്തതുമായ കുറച്ച് പിക്കുകളാണ്. വീഡിയോയ്ക്ക് ഉപയോഗിക്കുന്ന ഡേ ക്ലിക്ക് ലെൻസാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പർച്ചറിൻ്റെ ഭാഗത്ത് 00 കാണുന്നത്. അപ്പർച്ചർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മോണിറ്ററിൽ കാണില്ല. വീഡിയോയിന് വേണ്ടിയിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെൻസാണത്. അത് 50 mm ആയാലും എടുത്തപ്പോൾ ഓവറായിപ്പോയി. അത് കഴിയുമ്പോൾ കണ്ണുമാനം കട്ട് ചെയ്തു പോയി. അപ്പോൾ അതിൽ ഫോട്ടോ എടുത്ത് പരിശീലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കറക്റ്റായി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ചിത്രങ്ങളാണ് കിട്ടാറ്. ഇതും അത്ര കറക്റ്റല്ല, എങ്കിലും തമ്മിൽ ഭേദമായിട്ട് കിട്ടിയിരിക്കുന്നു. മോണിറ്ററിലൂടെ കാണുമ്പോൾ കുറച്ച് ഓവർ ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ISO, കെൽവിൻ, ഷട്ടർ സ്പീഡ്, അപ്പാർച്ചറില്ല, കണ്ടില്ല. അതിനുവേണ്ടിയാണ് ഈ വിഷ്വലുകളെ കാണുന്നത്. ഡേ ക്ലിക്ക് ലെൻസിലൂടെയുള്ള പിക്കുകളാണ് ഈ കാണുന്നതും ഇപ്പോൾ കാണുന്നത്. ആ ലെൻസിൽ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നന്നായി എടുക്കാൻ കഴിയും. ചിത്രങ്ങൾ കാണുക. വീണ്ടും 24-105 ലെൻസ് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ലേഡിയുടെ ബാക്കിൽ കാണുന്ന ഓവർ ലൈറ്റ് അങ്ങനെ വരുന്നത് നമുക്ക് നല്ലതല്ല. കാരണം 4L ലെൻസ് പവറേ ഈ എടുത്ത ഫോട്ടോയിനുള്ളൂ. ഇനി കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം. കുറച്ചൊക്കെ നിയമം വിട്ട് എല്ലാം എടുത്തിരിക്കുന്ന ചിത്രമാണ്. അതിന് ഇത് കൊള്ളാം. ഇതിനേക്കാളും കുറച്ചും കൂടി നന്നായി കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ ചുറ്റുമുള്ള ആ ഗ്യാപ്പെല്ലാം കാണുക. ഈ ചിത്രത്തിൻ്റെ മുകൾ വശം കുറച്ച് കൂടിപ്പോയി. എന്നാൽ മോഡലിങ്ങിന് ഇതുപോലെയുള്ള കറക്റ്റ് റൂൾ ഓഫ് തേർഡെല്ലാം പാലിച്ചുകൊണ്ടുള്ളത് ആ സ്ക്വയർ മൊത്തം 100% ഈ പെൺകുട്ടി ഇരിക്കുന്നത് ഒരു 70% ബാക്കിയെല്ലാം ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇനി കുറച്ച് പിക്കുകൾ കണ്ടത് തന്നെ ഒന്നും കൂടി കാണിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ കാണാത്ത കുറച്ച് പിക്കുകൾ വയ്ക്കുന്നുണ്ട്. അതിൽ ഈ പടം പ്രത്യേകത ഉള്ളതാണ്. കാരണം ഒരു അപ്പ് ആംഗിൾ അഥവാ ഒരു ഏരിയൽ ആംഗിളിൽ എടുത്തിട്ടുള്ളതാണ് ഈ ചിത്രം. ഡിഫറെൻ്റ് ആംഗിളിൽ നമ്മൾ ചിത്രങ്ങൾ എടുക്കുമ്പോഴാണ് അതിൽ നല്ല പിക്കുകൾ കിട്ടുന്നതെന്നുള്ളത് മോഡലിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ലൈറ്റൊക്കെ ഒന്ന് വീണ്ടും അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ആ ബാക്ക് ലൈറ്റ് കണ്ടോ, അത് വിൻഡോ ലൈറ്റ് വന്നിട്ട് ഈ വ്യക്തികളുടെ മേത്തേക്ക് അടിച്ചേക്കാണ്. അത് പാടില്ല. അതങ്ങനെ മനഃപൂർവ്വം വെറുതെ അത് ട്രയൽ ഷൂട്ടായിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കൊള്ളാവുന്ന പടങ്ങൾ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയകളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. 24-105 ലെൻസിലെ 4L പവർ ഉള്ളതിനാലാണ് ഇത്രയെങ്കിലും ആ ഫേസ് കിട്ടിയത്. ഇത് ED ലെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്.